തിരുവല്ലയിൽ സ്പാ ജീവനക്കാരിയെ ബലാത്സംഗം ചെയ്ത സംഭവത്തിന് പിന്നിൽ കൊട്ടേഷനാണ് എന്ന ആരോപണവുമായി സ്പാ ഉടമ രംഗത്ത്. ഗുണ്ടാ പിരിവ് വിരോധം പോലീസിന്റെ കഥയാണ് എന്നും പോലീസും ഗുണ്ടകളും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട് എന്നും ഉടമ ആരോപിക്കുന്നു. കേസിൽ പോലീസിലും ആഭ്യന്തരമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥർക്ക് ഗുണ്ടകളുമായി കൂട്ടുകെട്ടുണ്ട് എന്ന ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിൽ ആണ് അന്വേഷണം. വാർത്തയുടെ വിശദാംശങ്ങളുമായി ശശിനാരായണൻ ആണ് ഇപ്പോൾ ചേരുന്നത്. ശശിനാരായണൻ, കേരളത്തെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ ആയിരുന്നു. പട്ടാപ്പകൽ ഒരു സ്പാ കേന്ദ്രത്തിൽ കുറച്ച് ഗുണ്ടകൾ കടന്നു വരുന്നു. അവർ പെൺകുട്ടിയെ ലൈംഗികമായി അതിക്രമിക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങളടക്കം പകർത്തുന്നു. ഇത് കേരളത്തിൽ തന്നെ നടന്നു എന്നതുപോലും നമ്മൾ ഞെട്ടിപ്പോയ ഒന്നാണ്. ഇപ്പോൾ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട ഈ സ്പാ ഉടമ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ? അഭിലാഷ, ഈ കഴിഞ്ഞ 1-ാം തീയതിയാണ് ഇത്ര ഒരു സംഭവം ഉണ്ടാവുന്നത്. പക്ഷേ ആ സംഭവത്തിന്റെ കേസ് എടുക്കുന്നത് 2-ാം തീയതിയാണ്. അത് പ്രധാനമായും ഈ തിരുവല്ല നഗരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്പായൽ സെന്ററിൽ ഇത്തരത്തിൽ ഈ മരണസുബിൻ എന്ന് പറഞ്ഞ കേസിലെ 1-ാം പ്രതിയാണ് മരണസുബിൻ അലക്സാണ്ടർ. അതായത് സുബിൻ അലക്സാണ്ടർ ആണ് അദ്ദേഹത്തിന്റെ പേര്. ഈ പ്രതിയും ഒപ്പം 6 പേരടങ്ങുന്ന സംഘം ഈ സ്പായിലെത്തിയതിനു ശേഷമാണ് ഗുണ്ടാപ്പിരിവ് നടത്തിയെന്നും പറഞ്ഞുകൊണ്ടാണ് പിരിവിന് ആവശ്യപ്പെട്ടു. അത് നൽകാത്തരത്തിലുള്ള ജീവനക്കാരിയെ പീഡിപ്പിച്ചു എന്നുള്ളതാണ് കേസ്. ആ കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഒരു വഴിത്തിരിവ് എന്ന നിലയ്ക്ക് തന്നെ അതിന്റെ ഉടമ വ്യക്തമാക്കിയത് അത്തരത്തിലുള്ള കാര്യമല്ല. നിലവിൽ തന്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട മറ്റൊരു സ്ഥാപനത്തിലുണ്ടായ മറ്റൊരു സ്ഥാപനം ചെയ്ത കൊട്ടേഷൻ ആണ് ഇത്തരത്തിൽ ജീവനക്കാരിയെ കടന്നുപിടിക്കാനും പീഡിപ്പിച്ചതും ബലാത്സംഗം ചെയ്തു എന്നാണ് ഇപ്പോൾ നിലവിലുള്ള ഒരു ഉടമ വ്യക്തമാക്കുന്നത്. നിലവിൽ പോലീസും ഈ ഗുണ്ടാ സംഘങ്ങളും തമ്മിൽ ഒരു ബന്ധമുണ്ടെന്നുള്ള കാര്യം കൂടി ഒരു അവിശുദ്ധ കൂട്ടിയിട്ടുണ്ടെന്ന് കൂടി ഉടമ വ്യക്തമാക്കുന്നു. അത്തരം ഒരു ആരോപണം കൂടി ഉന്നയിക്കുന്നു. നിലവിൽ ഈ തിരുവല്ല കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഈ സ്പാ സെന്ററുകളിൽ പലതിനും ലൈസൻസ് ഇല്ലാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആ മാസപ്പടി പോലീസ് ഉദ്യോഗസ്ഥർ വാങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി പറയുന്നു. അത്തരത്തിൽ വാങ്ങുന്ന ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് ഈ ഗുണ്ടകളും പോലീസും തമ്മിൽ ഉണ്ടെന്നുള്ള രീതിയിലാണ് ആരോപണം ഉയർത്തുന്നത്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ ഈ കേസ് ആദ്യം അത് ശരിവെക്കാനുള്ള കാരണം 1-ാം തീയതി നടന്ന ഈ ബലാത്സംഗം 2-ാം തീയതിയാണ് പോലീസ് 3 മണിയോടുകൂടിയാണ് പിന്നീട് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അതിൽ 2 പ്രതികൾ മാത്രമാണ് ഇപ്പോഴും അറസ്റ്റായിട്ടുള്ളത്. ഈ മരണസ്വനും ഒപ്പം ഉണ്ടായിരുന്ന മറ്റൊരു പ്രതി മാത്രമാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. നിലവിൽ 4 പ്രതികൾ ഇപ്പോഴും ഒളിവിലാണ്. ചില രാഷ്ട്രീയ ഇടപെടലുകൾ കൂടി ഈ കേസിനുണ്ട് എന്നുള്ള കാര്യം കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഞെട്ടിക്കുന്ന ഒരു വിവരം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ളത്. എന്നാൽ അതേസമയം ഈ പീഡനത്തിന് ഈ ബലാത്സംഗത്തിനിരയായ ആ സ്ഥാപനത്തിലെ അതിജീവിത വ്യക്തമാക്കുന്നത് ഈ അതിജീവിയുടെ ഒപ്പം ഒരു സഹപ്രവർത്തക കൂടി ആ സ്ഥാപനത്തിലുണ്ടായിരുന്നു. പക്ഷെ ആ സഹപ്രവർത്തകയ്ക്കും ഈ ഗുണ്ടകളുമായി ചില ബന്ധമുണ്ടെന്ന കാര്യം കൂടി ഈ അതിജീവിത പുറത്തു പറയുന്നു. തന്നെ പീഡിപ്പിക്കുന്ന സമയത്ത് അതിജീവിത ഈ ഗുണ്ടാസംഘങ്ങൾ പീഡിപ്പിക്കുന്ന സമയത്ത് ഈ സഹപ്രവർത്തകയായി അവർക്ക് യാതൊരു രീതിയിലും വരെ പ്രതികരിക്കാനോ മറ്റു കാര്യങ്ങളോ ചെയ്യാതെ മാറി നിന്നത് ഒരുപക്ഷെ ഈ പ്രതികളുമായി ഈ സഹപ്രവർത്തകയ്ക്ക് നേരത്തെ ബന്ധമുണ്ടെന്ന് അല്ലെങ്കിൽ അറിയാവുന്നതാണ് എന്ന കാര്യം കൂടിയാണ് ഇപ്പോൾ ഈ പീഡനത്തിനിരയായ അതിജീവിത കൂടി വ്യക്തമാക്കുന്നത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു മാനങ്ങളാണ് കേസിനുള്ളത്. നിലവിലത്തെ സാഹചര്യത്തിൽ തിരുവല്ല പോലെ ഒരു നഗര മധ്യത്തിലാണ് ഈ സെന്റർ പ്രവർത്തിക്കുന്നത്. അവിടെ 3 മണിക്ക് പട്ടാപ്പകൽ നടന്നൊരു പീഡനം പുറത്തു പോലും അറിയാതിരിക്കുന്നു. പിന്നീട് ഇത് കേസെടുക്കുന്ന തന്നെ പിറ്റേ ദിവസം ആണ്. കാരണം പിറ്റേ ദിവസം ഒരു ദിവസം പിന്നിട്ടതിന് ശേഷമാണ് കേസെടുക്കുന്നത്. പക്ഷേ പോലീസ് പറയുന്ന കാര്യം അത് പോലീസ് ലഭിച്ച വിവരത്തിന്റെ പേരിൽ കേസെടുത്തു എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷെ അതേസമയം അതിജീവിത പറയുന്നത് തന്നെ ഭീഷണിപ്പെടുത്തി മറ്റു കാര്യങ്ങൾ ചെയ്തു, അത് കഴുത്തിൽ കത്തി വെച്ചാണ് ബലാത്സംഗം ചെയ്യുന്നതൊക്കെയാണ് പറയുന്നത്. പക്ഷെ പോലീസ് കേസെടുക്കാൻ വൈകിയതും ഒക്കെ ഒരു സംശയത്തിന്റെ നിലനിൽപ്പിലാണ് ഇതിൽ നിൽക്കുന്നത്. കാരണം ഈ ഗുണ്ടകളും പോലീസും തമ്മിൽ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട് എന്ന് ശരിവെക്കുന്ന തരത്തിൽ, അതായത് ഈ സ്ഥാപനത്തിന് ഉടമ പറഞ്ഞ രീതിയിൽ ശരിവെക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ എന്താണ് ഈ കൊട്ടേഷന് കാരണമായിട്ടുള്ളത്? എന്തു വൈരാഗ്യം എന്നത് കൃത്യമായി പറയുന്നുണ്ടോ ഈ ഉടമ? അഭിലാഷ്, അവിടെ നിരവധി സ്പാ സെന്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഇവരുടെ സ്ഥാപനത്തെ തകർക്കാൻ വേണ്ടി മറ്റൊരു സ്പാ സെന്ററിലെ ആളുകൾ കൊട്ടേഷൻ കൊടുത്തെന്നുള്ളതാണ് ഈ ഉടമ പറഞ്ഞു വെക്കുന്നത്. അതിന് ഈ പോലീസും ഈ ഉടമകളും തമ്മിൽ, ഈ സ്പാ സെന്ററിലെ ഉടമകളും തമ്മിൽ അവരുമായി ബന്ധമുണ്ട്, ഒരു അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ കൊട്ടേഷൻ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഗുണ്ടകൾ ഈ സ്ഥാപനത്തിൽ വന്ന് ഇവരെ ആക്രമിക്കാൻ കാരണമെന്നാണ് ഈ സ്ഥാപനത്തിന്റെ ഉടമ വ്യക്തമാക്കുന്നത്. ഈ പീഡനത്തിന് ഈ പെൺകുട്ടിയും ഈ ഒപ്പം അവിടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകയായ പെൺകുട്ടിയും ഈ ഗുണ്ടകൾക്ക് ഈ പീഡനത്തിലെ പെൺകുട്ടി ആരോപിക്കുന്നത് ഈ സഹപ്രവർത്തകയായ പെൺകുട്ടിക്കും ഈ ആക്രമിച്ച ഗുണ്ടകളുമായി
ഒരു ബന്ധമുണ്ടെന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇപ്പോഴത്തെ മൊഴികൾ അങ്ങനെയൊക്കെ വരുന്നു. കാരണം ഈ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുന്ന സമയത്തും ആക്രമിക്കുന്ന സമയത്തും സഹപ്രവർത്തക യാതൊരു പ്രതികരണവുമില്ലാതെ ഇവരെ പ്രതിരോധിക്കാൻ തയ്യാറാകുന്ന ഒരു സംശയം എന്ന നിലയ്ക്ക് കൂടി ഈ അതിജീവിത പറയുന്നുണ്ട്. എന്തായാലും പോലീസ് കേസെടുത്തിട്ടുണ്ട്. കേസെടുത്ത് 2 പേരെ മാത്രമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്, പിടിയിലായിട്ടുള്ളത്. ബാക്കി 4 പേര് ഇപ്പോഴും ഒളിവിലാണ്. അതേസമയം ഈ അറസ്റ്റിലായ പ്രതികളെ പുറത്തിറക്കാൻ വേണ്ടി, അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി രാഷ്ട്രീയ പാർട്ടികളിലെ ചില നേതാക്കന്മാർ സ്റ്റേഷനിലെത്തിയുള്ള വിവരങ്ങൾ കൂടി പോലീസിനെ സമീപിച്ചു എന്നുള്ള കാര്യം കൂടി പുറത്തു വരുന്നു. അത്തരത്തിൽ അതായത് ഈ ഭരണകക്ഷിയുടെ ഭാഗമായിട്ടുള്ളവരാണ് ആ രാഷ്ട്രീയ നേതാക്കൾ എന്ന തരത്തിലൊക്കെയുള്ള ചില റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. തീർച്ചയായും അഭിലാഷ്, അത്തരത്തിൽ ഭരണ കക്ഷിയിലെ ഉള്ള ആളുകൾ കൂടി ഈ സ്റ്റേഷനിലെത്തി. ഈ മരണസുബിൻ എന്ന് പറഞ്ഞപ്പോൾ കാപ്പ കേസിലെ പ്രതിയാണ് ഈ സുബിന് 11ഓളം കേസുകളുണ്ട്. പോലീസിന് വലിയ തലവേദനയുണ്ട്. വലിയ കാപ്പ കേസിലെ പ്രതിക്ക് വേണ്ടിയാണ് ഈ ഭരണകക്ഷി നേതാക്കൾ അവിടെ എത്തിയത്. അത്തരത്തിലാണ് ആരോപണം വരുന്നത്. കാരണം ഈ മരണസുബിനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുമ്പോൾ ഭരണകക്ഷിയിലെ നേതാവ് പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നു എന്നുള്ള കാര്യം കൂടി പുറത്തു വരുന്നു. അത്തരത്തിൽ ആരോപണങ്ങൾ വലിയ രീതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ട്. എന്തായാലും ആദ്യം നമ്മൾ അറിയുന്നത് ഈ ഗുണ്ടാപ്പിരിവ്, അതായത് പിരിവ് നൽകാത്തതിനെ തുടർന്ന് സ്ഥാപനത്തിലെ ജീവനക്കാരിയെ ഈ മരണസുബിൻ അടക്കമുള്ള പ്രതികൾ സ്ഥാപനത്തിൽ വെച്ച് കഴുത്തിൽ കത്തി വെച്ച ശേഷം ബലാത്സംഗം ചെയ്തു എന്നുള്ള രീതിയിലാണ് പുറത്തു വന്നത്. പിന്നീടാണ് ആ കേസിൽ ഇപ്പോൾ ഉടമ കൂടി വ്യക്തമാക്കിയിരിക്കുന്നത് ഇത് പീഡനം മാത്രമല്ല, ഇത് ഒരു കൊട്ടേഷൻ സംഘമാണ് ഇത് ആക്രമിച്ചിരിക്കുന്നത്. തന്റെ സ്ഥാപനത്തെ തകർക്കാൻ വേണ്ടി, തന്റെ വളർച്ച ഇല്ലാതാക്കാൻ വേണ്ടി ചില സമാനമായ രീതിയിൽ സ്പാ സെന്റർ ഉണ്ട് അവിടെ. ആ സ്പാ സെന്ററിലെ കൊട്ടേഷൻ സംഘമാണ് ഇത്തരത്തിൽ ഈ അവർ നൽകിയ കൊട്ടേഷനാണ് തന്റെ സ്ഥാപനത്തിലുള്ള ജീവനക്കാരെ ആക്രമിക്കാൻ കാരണമെന്നാണ് ഇതിന്റെ ഓണർ കൂടിയായ ഉണ്ടാകുന്ന സംശയം. ഇപ്പോൾ ശശിനാരായണൻ സൂചിപ്പിച്ചതനുസരിച്ച് ഈ ഭാഗത്ത് ഒരുപാട് സ്പാ സെന്ററുകൾ ഉണ്ട് എന്നതാണ്. അതിൽ ചിലത് ലൈസൻസ് ഇല്ലാതെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ പിന്നെ സ്വാഭാവികമായി നിരവധി സംശയങ്ങൾ ഉണ്ടാകും. സ്പാ സെന്ററുകൾ ലൈസൻസായി പ്രവർത്തിക്കേണ്ടവയാണ്. അവിടെ സ്പായുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് നടക്കേണ്ടത്, മറ്റ് പ്രവർത്തനങ്ങളാണോ നടക്കുന്നത് എന്ന സംശയമുണ്ടാകും. എന്താണ് ഇപ്പോൾ ഈ ആക്രമണമുണ്ടായ സ്പാ സെന്ററിന്റെ അവസ്ഥ? അത് കൃത്യമായി തന്നെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒന്നാണോ? അതിൽ വ്യക്തത വന്നിട്ടുണ്ടോ ശശിനാരായണൻ? അഭിലാഷ്, അതിന്റെ ഉടമ വ്യക്തമാക്കുന്നത് എല്ലാ ലൈസൻസോടും കൂടിയാണ് ഈ സ്പാ സെന്റർ പ്രവർത്തിക്കുന്നതാണ് ഉടമ വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷെ അതേസമയം ലൈസൻസ് ഇല്ലാതെ ചില സെന്ററുകൾ തിരുവല്ലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ സെന്ററുകൾക്ക് അനുമതി നൽകുന്നത് പോലീസിന് മാസപ്പടി നൽകിക്കൊണ്ടാണെന്നുള്ളൊരു ആരോപണം കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട്. ആ സ്പാ സെന്ററുകളാണ് ഈ നിലവിലുള്ള ഈ ആക്രമണത്തിന്റെ ജീവനക്കാരി ആക്രമണത്തിനിരയായ സ്പാ സെന്ററിലെ ഈ ഗുണ്ടകൾ എത്താനും അവിടെ ആക്രമിക്കാനും കാരണമെന്നുള്ള കൊട്ടേഷൻ കൊടുത്ത് ചെയ്തതാണെന്നാണ് ഈ സ്ഥാപനത്തിന്റെ ഉടമ വ്യക്തമാക്കുന്നത്. എന്തായാലും തുടക്കത്തിൽ പറഞ്ഞു കേട്ടതിൽ നിന്നും വ്യത്യസ്തമായി ഈ കേസ് മാറുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യഘട്ടത്തിൽ ഗുണ്ടാപ്പിരിവുമായി ബന്ധപ്പെട്ട് വന്നതാണെന്ന് പറയുന്നു. പിന്നീട് ഇപ്പോൾ കൊട്ടേഷനാണ് ഇതിന്റെ പിന്നിലുള്ളതെന്ന് പറയുന്നു. എന്തായാലും പട്ടാപ്പകൽ ഒരു നഗരമധ്യത്തിൽ ഒരു ജീവനക്കാരിയെ KSRTC ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഒരു സ്പാ സെന്ററാണെന്നാണ് പറയുന്നത്. എന്തായാലും ആ സ്പാ സെന്റർ ജീവനക്കാരിയെ അതിജീവിതയെ അത്തരത്തിൽ ക്രൂരമായി ആക്രമിക്കുന്നു. അത് പോലീസ് കേസെടുക്കാൻ താമസമെടുക്കുന്നു. 1-ാം തീയതി ആകുന്നു, 2-ാം തീയതി കേസെടുക്കുന്നു. ഇതെല്ലാം എന്തൊക്കെയോ ദുരൂഹതകൾ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. അത് കൃത്യമായ അന്വേഷണം DSPയുടെ നേതൃത്വത്തിലാണ് അന്വേഷിക്കുന്നത്. ജില്ലാ പോലീസ് മേധാവിക്ക് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.